നമസ്കാരം. ഇന്ന് നമുക്കല്പം കണക്ക് പഠിച്ചാലോ? സാധാരണ കണക്കല്ല, നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ പഠിപ്പിച്ചു തരുന്ന പുതിയ കാലത്തെ കണക്ക്. വിഷയം വയനാടാണ്. കുറച്ചു നാൾ മുൻപ് കേരളം കണ്ടൊരു മഹാദുരന്തം നടന്നപ്പോൾ സഹായവുമായി എല്ലാവരും ഓടിയെത്തി. അക്കൂട്ടത്തിൽ നമ്മുടെ കൈപ്പത്തി പാർട്ടിയും ഉണ്ടായിരുന്നു. വയനാട്ടിലെ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകും, പുനരധിവസിപ്പിക്കും എന്നൊക്കെയായിരുന്നു പ്രഖ്യാപനം. പക്ഷെ ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. കയ്യിൽ പണമില്ലാന്ന്, അക്കൗണ്ടിലെ പണമൊക്കെ ആവിയായി പോയി എന്നാണ് പുതിയ കണ്ടുപിടുത്തം. കോൺഗ്രസിന്റെ കണക്കനുസരിച്ച് ഏകദേശം 5.38 കോടി പിരിച്ചു. കൂടെ യൂത്ത് കോൺഗ്രസിന്റെ 1.5 കോടിയും, ആകെ ഒരു 7 കോടിയോളം രൂപ. എന്നിട്ടോ വീട് വെക്കാൻ നോക്കിയപ്പോ പണമില്ല. പകരം പറയുന്നത് കേൾക്കണോ? ഒരു ആപ്പ് ഉണ്ടാക്കി, കുറച്ച് സ്ഥലം വാങ്ങി, അതിനൊക്കെ കൂടി പണം തീർന്നു എന്ന് മാത്രമല്ല, പാർട്ടിക്കിപ്പോൾ 97 ലക്ഷം രൂപ കടമാണത്രേ. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരൻ ചിന്തിക്കും, ഈ ആപ്പ് ഉണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപയാകുമോ എന്ന്. അതോ ആ ആപ്പ് വഴി വീട് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണോ നേതാക്കൾ കരുതിയത്? ഈ കണക്കിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി, അപ്പോ കാണാം പ്രതിപക്ഷ നേതാവിന്റെയും കൂട്ടരുടെയും കലിപ്പ്. ചോദ്യം ചോദിക്കുന്നവൻ രാജ്യദ്രോഹി, അല്ലെങ്കിൽ പാർട്ടി വിരോധി. പാവപ്പെട്ട ജനങ്ങൾ തന്ന പണത്തിന് കണക്ക് ചോദിക്കാൻ അവർക്ക് അവകാശമില്ലേ? സർക്കാർ പ്രഖ്യാപിച്ച വീട് പോലും വേണ്ടെന്ന് വെച്ച് കോൺഗ്രസ് നേതാക്കൾ തരുന്ന സ്വപ്ന ഭവനത്തിനായി കാത്തിരുന്ന ആ പാവങ്ങളോട് ഇനി എന്ത് പറയും? പൈസ തീർന്നുപോയി മക്കളെ, വേണമെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോളൂ എന്ന് പറയുമോ? ദുരന്തങ്ങളെയും കണ്ണീരിനെയും ധനസമ്പാദനത്തിനുള്ള മാർഗമായി കാണുന്ന ഈ മാജിക് രാഷ്ട്രീയം കേരളം കാണുന്നുണ്ട്. വീട് വെക്കാൻ വാങ്ങിയ ഭൂമി ഇപ്പോൾ വെറുതെ കിടക്കുന്നു. പണമില്ലാത്തതിനാൽ പണി തുടങ്ങുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ വലിയ പ്രഖ്യാപനങ്ങളും പിരിവുകളും? മരണങ്ങളെയും വിലാപങ്ങളെയും വിറ്റ് കാശാക്കുന്ന ഈ രീതിയുണ്ടല്ലോ, അത് അധപ്പതനത്തിന്റെ അങ്ങേയറ്റമാണ്. കണക്ക് ചോദിക്കുമ്പോൾ വിരളി പിടിച്ചിട്ട് കാര്യമില്ല നേതാക്കളെ, ജനങ്ങൾ കാണുന്നുണ്ട്. ദുരിതബാധിതരുടെ ശാപം വാങ്ങിക്കൂട്ടി ഏത് ആപ്പ് ഉണ്ടാക്കിയാലും രക്ഷപ്പെടില്ല.